യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. പരിഹാര ജീവിതം നാം നയിക്കണം. നമ്മളൊരു പക്ഷെ കുമ്പസാരിക്കുന്നുണ്ടായിരിക്കും, പാപമോചനം നേടുന്നുണ്ടായിരിക്കും. അതിനുശേഷം ഒരു പരിഹാര അരൂപിയിൽ നാം ജീവിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. സംഖ്യയുടെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നീ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം, പരിഹാരം ചെയ്യണമെന്ന് കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം പറയുകയാണ്. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്യണം. പരിഹാരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വിശുദ്ധിയാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം. മറിയത്തിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, വേശ്യയായിട്ട് ജീവിച്ച ഒരു മകളാണ്. വർഷങ്ങളോളം തൻ്റെ ശരീരത്തെ പാപത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് മറിയം. പിന്നീട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് വഴി അവൾ എടുക്കുന്ന തീരുമാനമുണ്ട്, ഇനിയുള്ള ശിഷ്ടമായ ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവൻ ഇനിയൊരു പരിഹാര അരൂപിയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിലേക്ക് നീ അവിടെ കടുത്ത പ്രായശ്ചിത്ത പരിഹാര ഉപവാസ ജീവിതം നയിക്കുന്ന വിശുദ്ധ മറിയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു നാളിൽ തൻ്റെ ശരീരത്തെ പാപത്തിന് സമർപ്പിച്ച് അതേ ശരീരം കൊണ്ട്, ഉപവാസം കൊണ്ട് ആ മകള് അതിന് പരിഹാരം ചെയ്ത് സഭയിലെ ഒരു വിശുദ്ധയായിട്ട് ആ മകൾ മാറുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ സക്കേവൂസിൻ്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പണം കൊണ്ട് പാപം ചെയ്തൊരു മനുഷ്യൻ. അതിലെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണും സക്കേവൂസ് എടുക്കുന്ന തീരുമാനം, കർത്താവെ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അത് പണം കൊണ്ട് ചെയ്യുന്ന ഒരു പരിഹാരമാണ്. പണം കൊണ്ട് പാപം ചെയ്ത അതേ വ്യക്തി പണം കൊണ്ട് പരിഹാരം ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പണം കൊണ്ട്, ശരീരം കൊണ്ട്, പലതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാനായിട്ട് ഇടവന്നിട്ടുണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ജീവിതം പരിഹാര അരൂപിയിൽ നമ്മൾ ജീവിക്കണം. പണം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പരിഹാരം ചെയ്യണം. പാവപ്പെട്ടവരെ സഹായിക്കണം. ദശാംശം കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ശരീരം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിലൊരിക്കലും ഉപവസിക്കണം. ചില ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വെക്കണം. ശരീരത്തെ നിയന്ത്രിക്കണം. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പാപം ചെയ്യാനിടവർ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിഹാരം ചെയ്യാനും കൂടി നമ്മൾ പരിശ്രമം. വിശുദ്ധരൊക്കെ വിശുദ്ധരായതിന് പിന്നിലുള്ള വലിയ രഹസ്യമാണ് അവരൊരു പരിഹാര ജീവിതം പിന്നീട് നയിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നെ പരിഹാരം ചെയ്യാനുള്ള വലിയ കൃപയും ശക്തിയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.